എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എങ്ങനെയുണ്ട്? മഴയൊക്കെ കിട്ടിയോ എല്ലാവർക്കും? ഞങ്ങൾക്കും ഇന്നലെ ഒരു മഴയൊക്കെ കിട്ടി കേട്ടോ. ഇന്ന് നമുക്കൊരു തേങ്ങ വറുത്തരച്ച് മുരിങ്ങക്കായ ഇട്ട ഒരു ചൂരക്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചൂരയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോ ഉള്ള ഒരു ചൂരയാണേ. ഇനി ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുരിങ്ങക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മുരിങ്ങക്കായും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്തു കൊണ്ടുവരണം. ഞാനിവിടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. കുടംപുളിയും കൂടെ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ടിട്ട് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ ആ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇല്ലേ, അതൊന്ന് വറുത്തെടുക്കണം. അതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു 5 അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളകിന് പകരം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് അത് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചുമന്ന കളറൊക്കെ ആയിട്ട് വരത്തില്ലേ, അതുവരെ നമുക്കിതൊന്ന് മൂപ്പിക്കണം. ഏകദേശം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട്, മഞ്ഞൾ ഇതിനകത്ത് ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ചിലപ്പം കയ്പ്പ് വരും, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല, പിന്നീട് ചേർക്കാം. ഇനി നമുക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറെടുത്തു, അതിനകത്തേക്ക് അത് ഇട്ടു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മീനൊക്കെ വെട്ടിയെടുത്ത് കഴുകി കുടംപുളി വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉളുമ്പ് മണമൊക്കെ പോകാനാണേ കുടംപുളി വെള്ളത്തിൽ കഴുകി. ഇനി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ എടുത്തു വെച്ചതെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ആ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ച മുരിങ്ങക്കോലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. മുരിങ്ങക്കായ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കായാണ്. ഇതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി. അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായും ഉള്ളിയൊക്കെ വെളുത്തിരിക്കത്തില്ലേ, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇല്ലേ, ആ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കേട്ടോ. ഇനി നമ്മൾ തവിയൊന്നും ഇട്ട് ഇളക്കുകയൊന്നും ചെയ്ത് ചുറ്റിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ. ഇനി നമുക്ക് അതിനകത്തേക്ക് കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തിളച്ച് പറ്റി കുറുകി വരട്ടെ. തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതങ്ങ് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്കൊന്ന് കടുകും കൂടെ താളിച്ചൊഴിക്കണം. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണേ. ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് അത് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം. ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് കൈവച്ചൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അത് ആ മീൻ കറിയിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊക്കെ തുറന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കാം. തവിയൊന്നും ഇട്ട് ഇളക്കണ്ട, ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയേ. നല്ലതുപോലൊന്ന് ചുറ്റിച്ച് എടുക്കാം. നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. നമ്മൾ ചേർത്ത എണ്ണയൊന്നും അല്ല, അതിലും തേങ്ങയുടെ എണ്ണയും എല്ലാം കൂടെ ആയപ്പോഴത്തേനും നല്ല അടിപൊളി, നല്ല തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ്, നല്ലൊരു മീൻ കറിയുടെ ഒരു സ്മെല്ലൊക്കെയാണ്. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മുരിങ്ങക്കായും മീൻ കഷ്ണമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ വറുത്തരച്ച ഒരു മീൻ കറിയാണ്.
ഇനി ചൂര കിട്ടുമ്പോൾ മുളകിട്ട് നമുക്ക് വയ്ക്കാം കേട്ടോ. ഒരു ദിവസം ഞാൻ തേങ്ങ മുളകിട്ട് മീൻകറി ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ, ചൂരക്കറി. അപ്പോൾ ഇതുപോലെ ചൂരമീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വറുത്തരച്ച് ഒന്നുണ്ടാക്കി നോക്കണേ. ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.